രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ബന്ധത്തിനാണ് ഉഹുവത്ത് എന്ന് പൊതുവെ അറബിയിൽ പ്രയോഗിക്കുക. അഹ് സഹോദരൻ, രക്തബന്ധുക്കൾക്ക് പറയുന്ന പേരാണ്. പക്ഷെ സൂറത്തുൽ ഹുജറാത്തിൽ വിശുദ്ധ ഖുർആൻ ഈ ഭാഗത്ത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരന്മാരാണ്. ഒരു സഹോദരനെ വഞ്ചിക്കില്ല. ജ്യേഷ്ഠൻ അനിയനെ പറ്റിക്കാൻ നോക്കില്ല, അനിയനെ ജ്യേഷ്ഠന്മാരെ പറ്റിക്കാൻ നോക്കില്ല, പെങ്ങളെയും അടിയനെയൊക്കെ വെള്ളം പിടിപ്പിക്കാൻ തീരുമാനിക്കില്ല. ഇപ്പൊ പുതിയ കാലത്ത് അതൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രശ്നമാണ്. അതേസമയം യഥാർത്ഥത്തിൽ രക്തബന്ധുക്കൾ എന്ന് പറയുന്നവർ പരസ്പരം ചേർന്ന് നിൽക്കുകയും കൂടി നിൽക്കുകയും എല്ലാ പ്രശ്നങ്ങളിലും ഒരുമിച്ച പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാകുന്നു, രക്തബന്ധുക്കളെ പോലെയാകുന്നു. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് രക്തബന്ധുവിനെ പോലെയാകുന്നു, സഹോദരനെ പോലെയാകുന്നു. എന്നിട്ട് ഖുർആൻ പറയാം, ഫഅസ്ലിഹു, നിങ്ങൾ ഇസ്ലാഹി പ്രവർത്തനം ചെയ്യുക. നിങ്ങൾ ഇസ്ലാഹി പ്രവർത്തനമൊക്കെ നമ്മൾ കേൾക്കുന്ന സാങ്കേതിക പദങ്ങളാണ് മുസ്ലിം ഉമ്മത്തിൽ. അഹ്ലു സുന്നത്ത് വൽ ജമാഅ, ഇസ്ലാഹ്, തബ്ലീഗ്, ജിഹാദ്, ഇതൊക്കെ നമ്മൾ സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന പദങ്ങളാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ഏത് ലക്ഷ്യത്തിലും ഏത് താല്പര്യത്തിലും നിന്നുകൊണ്ടാണ് അത്തരം പദങ്ങളെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പോലും മനസ്സിലാക്കാതെ എന്റെയും നിങ്ങളുടെയും ഒക്കെ സംഘടനാപരമായ താല്പര്യങ്ങളുടെ വളയങ്ങളിലും അതിരുകളിലും ചതുരങ്ങളിലുമൊക്കെയാണ് ഇതിനുള്ള വിശദീകരണവും വ്യാഖ്യാനവും ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളത്. വിശുദ്ധ പറയുക, നിങ്ങൾ ഇസ്ലാഹി പ്രവർത്തനം ചെയ്യുവിൻ, ബൈന അഖവൈക്കും, നിങ്ങളുടെ സാഹോദര്യ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇസ്ലാഹി പ്രവർത്തനം. ഇസ്ലാഹ അറബിയിലെ സലഹ എന്ന് പറഞ്ഞാല് പരസ്പരം എന്താണ് പറയുക, സുലഹ ചെയ്യാന്ന് പറയില്ലേ, സന്ധി ചെയ്യുക എന്ന് പറയും. അതായത് കീറിപ്പോയ, വേർപ്പെട്ടു പോയ, പിളർന്നു പോയ ഒരു സാധനത്തെ കൂട്ടിച്ചേർക്കുന്നതിന്, യോജിപ്പിക്കുന്നതിനാണ് അറബിയിൽ സലഹ എന്നുള്ള പദം പ്രയോഗിച്ചത്. അമല് സ്വാലഹാത്ത് എന്ന് പറഞ്ഞാലും അർത്ഥതാണ് യോജിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാണ്. അല്ലാതെ എന്തെങ്കിലും ഓരോരുത്തർക്കോ അല്ലെങ്കിൽ ഒരു സംഘടനക്കോ ഒരു രാജ്യത്തിനോ ഒരു വ്യക്തിക്കോ എന്തോന്ന് തോന്നിയിട്ട് ചെയ്യുന്ന പ്രവർത്തനം അമല് സ്വാലഹാത്തല്ല. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോകണില്ല. അമല് സ്വാലഹാത്ത് തന്നെ വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഒരു സന്ദർഭത്തിൽ ഏറ്റവും നിർബന്ധിതമായി ചെയ്യേണ്ട പ്രവർത്തനം എന്താണോ, അനിവാര്യമായി നടക്കേണ്ട പ്രവർത്തനം എന്താണോ, അതിനാണ് അറബിയിൽ അമല് സ്വാലഹാത്ത് എന്ന് പറയാം. ആ ഉദാഹരണത്തിലേക്ക് നമ്മൾ പോകണില്ല. ഈ സലഹ എന്നുള്ള പദം അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു സന്ദർഭത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിൽ നിന്നാണ് ഫഅസ്ലിഹു, നിങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുക, ഏറ്റവും ശരിയായ രീതിയിൽ ചെയ്യുക, ഏറ്റവും നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക. ബൈന അഖവൈക്കും, നിങ്ങളുടെ സാഹോദര്യ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന, നിങ്ങളുടെ രക്തബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന. ഇത് മുസ്ലിം വ്യക്തിയോടുള്ള കൽപ്പനയാണ്, മുസ്ലിം കുടുംബത്തിനോടുള്ള കൽപ്പനയാണ്, മുസ്ലിം സംഘടനകളോടുള്ള കൽപ്പനയാണ്, മുസ്ലിം സമുദായത്തിനോടുള്ള കൽപ്പനയാണ്. അതിന്റെ രാഷ്ട്രങ്ങളും അധികാര കേന്ദ്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെയുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണത്. നിങ്ങൾ പഠിച്ച് പണിയെടുത്ത് അവസാനം ശിഥിലമായി തമ്മിൽ തല്ലി. ഒരു രസകരമാണ് മുസ്ലിം ഉമ്മത്തിന്റെ കഥ. ആരാണ് മുസ്ലിം ഉമ്മത്തിന്റെ ശത്രു? ഇമ്പീരിയലിസമല്ല. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വം. ആഗോള സാമ്പത്തിക മൂലധന സംവിധാനങ്ങളുമായി റേഷൻ ഷാപ്പ് മുതൽ പാർലമെന്റിനെ അടക്കം കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന അതിമാരകമായ ഒരു സാമ്പത്തിക ഘടന ലോകത്തുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ എതിരാളി എന്ന് പറയുന്നത് ഈ മുതലാളിത്തമല്ല, ക്യാപിറ്റൽ ഇമ്പീരിയൽ സാമ്രാജ്യത്വമല്ല. അമേരിക്കയും യൂറോപ്പും ഒക്കെ നേതൃത്വം നൽകുന്ന, പണ്ട് സൈന്യത്തെ അയച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് IT മേഖല മുതൽ അത്യന്താധുനികമായ സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസം മുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മുതൽ കലാസാഹിത്യ സാമ്പത്തിക സാമൂഹിക പരിസ്ഥിതി വിദ്യാഭ്യാസ രാഷ്ട്രീയ മത സകല മേഖലകളിലൂടെയും കടന്നു വന്ന് ഇമ്പീരിയലിസം ഇന്ന് മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്രാജ്യത്വം മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാമ്രാജ്യത്ത് അത് അറിയോ തന്നെ പ്രശ്നമാണ്. മുസ്ലിം വ്യക്തികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സംഘത്തിന് അത്തരം സംഗതികളെക്കുറിച്ചുള്ള ഗൗരവതരമായ വിശകലനങ്ങൾ. ഇമ്പീരിയലിസം മുസ്ലിം സമുദായത്തിന്റെ ശത്രുവല്ല. സംഘടനയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഈ കാലഘട്ടത്തിലെ താവൂത്ത് അല്ലെങ്കിൽ ജാഹിലിയത്ത് അല്ലെങ്കിൽ ലോലമ, ഖുർആന്റെ പ്രയോഗമാണ് അതൊക്കെ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അതിക്രമി താവൂത്തുണ്ട്. താവൂത്താണ് അള്ളാഹുവിന്റെ എതിരാളി. ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആരാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അതിക്രമി? എന്താണ് ഏറ്റവും വലിയ ജാഹിലിയത്ത്? ആരാണ് ഏറ്റവും വലിയ ലാലിം, അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവർ? ആരാണ് ഏറ്റവും വലിയ തമ്മാടിത്തരങ്ങൾ, ഫാസിഖീങ്ങൾ? ആരാണ് ഏറ്റവും വലിയ കാഫിരീങ്ങൾ, ധിക്കാരങ്ങൾ, നന്ദികേട്, ദുഷിപ്പുകൾ, സത്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നവർ? ഇതൊക്കെയല്ലേ ഖുർആന്റെ പദപ്രയോഗങ്ങൾ. ഇവരെയൊന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. താലിമാരാണ്, ഫാസിഖാരാണ്, മുനാഫിഖാരാണ്. മുനാഫിക്കുകളുണ്ട്. അകത്ത് ഒട്ടി നിൽക്കുകയും നമ്മളോട് ഒട്ടി നിൽക്കുകയും പുറത്ത് ഉച്ചുകൊടുക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര ഫലസ്തീൻ പ്രശ്നങ്ങൾ മുതൽ നമ്മുടെ രാജ്യത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലടക്കം ലാഭത്തിനും നഷ്ടത്തിനും വേണ്ടി വിൽപ്പനക്ക് വെച്ചിട്ടുള്ള വ്യക്തികളും സംഘങ്ങളും സംവിധാനങ്ങളും ഒക്കെ അണിനിരക്കുകയാണ്. അന്താരാഷ്ട്ര, അതാണ് മുനാഫിക് എന്ന് പറയുന്നത്. ഇസ്ലാമിനെ ഉച്ചുകൊടുത്തുകൊണ്ടിരിക്കുന്നവർ.
ഇതൊന്നും നമ്മുടെ എതിരാളികളല്ല. ഈ നിഫാഖ്, ഈ ഉൽമ്, ഈ കുഫർ, ഈ ഫുസൂഖ്, ഈ ഫിത്ന, ഈ താവൂത്ത്, ഇത് ജാഹിലിയ്യത്ത്. പിന്നെ ആരാണ് മുസ്ലിം സംഘടനകൾക്ക് എതിരാളി? ഫാസിസം ഉണ്ട് ഇവിടെ. ഈ രാജ്യത്തിലെ പാവപ്പെട്ടവരെ മുഴുവൻ തമ്മിലടിപ്പിക്കുന്ന ഫാസിസം എന്ന് പറഞ്ഞാൽ മറ്റവങ്ങൾ എതിരാളിയാണെന്ന് പഠിപ്പിക്കുന്നതിനാണ് ഫാസിസം എന്ന് പറയാം. എന്തുകൊണ്ടോ സുന്നിയാണ് അതുകൊണ്ട് നിങ്ങൾ എതിരാളിയാണ്, മറ്റേ മുജാഹിദാണ് അത് നിങ്ങൾ എതിരാളിയാണ്, മറ്റേ ജമാഅത്താണ് അതുകൊണ്ട് നിങ്ങൾ എതിരാളിയാണ്, മറ്റത് തബ്ലീഗാണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്, മറ്റത് മുസ്ലിമാണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്, മറ്റത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്, മറ്റത് CPM ആണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്, മറ്റത് ഹിന്ദുവാണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്, മറ്റത് പാകിസ്ഥാനാണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്, അത് അറബിയാണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്, അത് അമേരിക്കയാണ് അതുകൊണ്ട് നിങ്ങളുടെ എതിരാളിയാണ്. ഇതാണ് ഫാസിസം. ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, നിലപാടുകളുടെ അടിസ്ഥാനത്തിലല്ല, സമീപനങ്ങളുടെ അടിസ്ഥാനങ്ങളിലല്ല, മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ഒരു വ്യക്തിയെ എതിരാളിയാക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? അവന്റെ പാർട്ടി, സംഘടന, മതം, ജാതി, സമുദായം ഇതൊക്കെ നോക്കിയാണോ? അതല്ല അവരിൽ നിന്ന് പുറത്തു വരുന്ന ഒരു മദ്യപാനിയോട് നമുക്ക് എതിരാളിയാവാം. അതവന്റെ മതം നോക്കി, രാഷ്ട്രീയം നോക്കിയിട്ടുള്ള മദ്യത്തെയാണ്, മദ്യപാനത്തെയാണ്, ലഹരിയെയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തിയെയല്ല. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതിനെ പ്രൊജക്റ്റ് ആക്കുന്ന, അതിനു വേണ്ടിയിട്ട് നിലപാടുകൾ എടുക്കുന്നവർ അതൊക്കെ എതിരാളികളാണ്. പലിശ നമുക്കെതിരാളിയാണ്. അതുകൊണ്ട് പലിശയെ നമ്മൾ കൈകാര്യം ചെയ്യും. അല്ലാതെ ജാതി നോക്കി, മതം നോക്കിയിട്ട് എതിരാളിയാക്കാനൊന്നും ഖുർആൻ ഇവിടെ ഒരു വിഷയം കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതാണ് ഫാസിസം. ആ ഫാസിസം ഏറ്റവും മാരകമായി നമ്മുടെ രാജ്യത്തിലടക്കം, കേരളത്തിലടക്കം എന്താണ് ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്ന് അപകടകരമായ പൂരം കലക്കിയിട്ടും ട്രെയിനിന് തീ വെച്ചിട്ടും ഇന്നലെ ഞാൻ വാട്സപ്പിൽ കാണുന്നുണ്ട്. ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്ദേ ഭാരത് എക്സ്പ്രസിന് കാസർഗോഡ് പോയിട്ട് കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കയറിയിട്ട് കല്ല് പൊട്ടിത്തെറിക്കുകയാണ്. പോലീസിന്റെ അവന്റെയൊക്കെ ചിത്രം ചിരിച്ചുകൊണ്ട് പറയണം, കുട്ടി ആ കല്ലിങ്ങനെ ട്രെയിനിന്റെ ചക്രം കയറിയത് പൊട്ടിത്തെറിക്കുമ്പോ അതിന്റെ സൗണ്ട് കേൾക്കാൻ ഒരു രസമാണ്, അതുകൊണ്ട് വെച്ചതാണ്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിന്റെ പ്രസ്താവന അബൂബക്കർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ്, ഒരു പാവപ്പെട്ട, മറ്റത് ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയായതുകൊണ്ട് എതിരാണോന്നില്ല. പക്ഷെ എന്നിട്ട് ഇതിനെ വിശകലനം ചെയ്ത ഒരാൾ പറയുന്നുണ്ട്, വെച്ചത് അബൂബക്കറും പിടിച്ചത് അഗസ്റ്റിൻ ജോസഫുമായിരുന്നെങ്കിൽ കേരളത്തിൽ എന്തുമാത്രം അന്വേഷണങ്ങൾ നടക്കുമായിരുന്നു. വന്ദേ ഭാരത് ട്രെയിനിനെതിരെ കല്ല് വെക്കാൻ, അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ കോട്ടയത്തുനിന്ന് പോയിട്ട് കാസർഗോഡ് പോയിട്ട് ഈ വന്ദേ ഭാരത് ട്രെയിനിന്റെ അടിയിൽ കല്ല് വെച്ചാൽ ആളെ നോക്കി, തരം നോക്കി, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അണ്ടർഗ്രൗണ്ട് വർക്കുകൾ തുരപ്പന്മാർ തുരന്നെടുത്ത് നശിപ്പിക്കുന്നത് പോലെ സംഘപരിവാരവും ഫാസിസവും അതിനുവേണ്ടി റാങ്കോടുന്നവരും അവരുടെ കളിക്കളത്തിൽ പിന്തുണ പ്രഖ്യാപിക്കുന്നവരുമൊക്കെ കേരളത്തിലെ മുസ്ലിം സമുദായത്തെയും ടാർഗറ്റ് ചെയ്ത് വളരെ വലിയ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ഫാസിസം എന്നൊക്കെ പറയുമ്പോ രസത്തിൽ കേട്ടിട്ട് പോണ്ട. ഈ ഫാസിസം അവിടെ ഉണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ മുഖ്യ എതിരാളിയാണോ ഇത്? ആണോ ഇത്? അപ്പൊ നമുക്ക് എനിക്കാരുടെ എതിരാളി, ഞാൻ ജമാഅത്തുകാരനായതുകൊണ്ട് എന്റെ എതിരാളി മുജാഹിദാണ്, എന്റെ എതിരാളി സുന്നിയാണ്, എന്റെ എതിരാളി തബ്ലീഗാണ്, എന്റെ എതിരാളി അതുപോലെ തന്നെ സൂഫിയും തരീഖത്തുകാരനൊക്കെയാണ്. അവനെ എതിർക്കുന്നതിലും അവനെ കൈകാര്യം ചെയ്യുന്നിടത്തുമുള്ള ആവേശം എന്തൊരാവേശമാണെന്ന് എനിക്കറിയുമോ? വളരെ നന്നായിട്ട് ഞാൻ വിഷയങ്ങൾ കൈകാര്യം. എന്നെ എതിർക്കാൻ നിങ്ങൾക്ക് ആവേശം ഉണ്ടാവും. ഇതാണ് സമുദായം അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്. യഥാർത്ഥം ഈ സംഘടനകൾ എന്തിനുണ്ടായി എന്നുള്ളത് പോലും വേറെ ഒരു പ്രശ്നമാണ്. പാഠത്തിൽ പഠിക്കുകയും നമ്മൾ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇത്രയധികം മുസ്ലിം സംഘടനകൾ ഇതെങ്ങനെയാണ് വളർന്ന് പന്തലിച്ച് വീണ്ടും വീണ്ടും വളർന്ന് വീണ്ടും പിളർന്ന് എന്തൊക്കെയാണ് ഇവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ ഈ അടുത്തും ഇന്നലെ മലപ്പുറത്തും കോഴിക്കോടൊക്കെ മാനവ സമ്മേളനം, ഒരു മുസ്ലിം സംഘടന, അഭിനന്ദിക്കണം നമ്മളവരെ. പക്ഷെ അതിന്റെ ഒരു മറുപറുണ്ട്. മുസ്ലിം സമുദായത്തിലെ സംഘടനകളുമായി കൂടിച്ചേരാൻ കഴിയാത്തവർ സകലാളികളെയും വിളിച്ചിട്ട് മാനവ സമ്മേളനം നടത്തുക. ഇതിനൊരു പരിഹാസ്യത ഉണ്ടല്ലോ. ഇതെങ്കിലും നമ്മൾ തിരിച്ചറിയണ്ടേ? മാനവ സമ്മേളനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ആരായിരിക്കണം പങ്കെടുക്കേണ്ടവർ? മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളെ തമ്മിൽ എനിക്ക് ഏപ്പിനെ കണ്ടൂടാ, ഈക്കനെ കണ്ടൂടാ, സമസ്തയെ കണ്ടൂടാ, സംസ്ഥാനയെ കണ്ടൂടാ. ഇതിലൊക്കെ വേർതിരിഞ്ഞു നിൽക്കുന്ന ഞാൻ CPM-നെയും കോൺഗ്രസിനെയും രാഷ്ട്രീയക്കാരനെയും ബാക്കിയുള്ളവനെയും സാഹിത്യകാരനെയൊക്കെ വിളിച്ചിട്ട് മാനവ സമ്മേളനം നടത്തുക. മുസ്ലിം സമുദായം തമ്മിൽ ഒരു മാനവതയില്ല, ഒരു സമാധാനമില്ല. കോഴിക്കോട് സമാധാന സമ്മേളനം നടന്നു. അൽഹംദുലില്ലാഹ്, നമുക്ക് സന്തോഷമാണ്. സമാധാന സമ്മേളനം നടക്കണം. സമാധാന സമ്മേളനത്തിൽ അണിനിരക്കുന്നവർ പരസ്പരം വോട്ടിലും മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും അണിനിരത്തുന്നുണ്ട്. അതേസമയം സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട മതസംഘടനകളെ പോലും മാനവ സമ്മേളനത്തിലേക്കും സമാധാന സമ്മേളനത്തിലേക്കും ക്ഷണിക്കാൻ കഴിയാത്ത സമ്മേളനം നടത്തുന്നു എന്നുള്ളത് ഞാനിതാരും മോശപ്പെടുത്താനൊന്നുമല്ല പറയണത്. ഒരിക്കലും കൂടെ ഉദ്ദേശം ചോദ്യം ചെയ്യരുത്. എല്ലാ സംഘടനകളെയും വളരെ ബഹുമാനത്തിലും
ഇഷ്ടത്തിലും ആദരവിലും സമീപിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളികൾ, നമ്മൾ വിരിച്ചുകൊണ്ടിരിക്കുന്ന വിരിപ്പുകൾ, നമ്മൾ ഏത് രീതിയിലാണ് വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സമുദായത്തിന്റെ എതിരാളി ഇമ്പീരിയലിസവും ഫാഷിസവും ക്യാപിറ്റലിസവും നാസിസവും ഒന്നുമല്ല, മറിച്ച് ഓരോ മുസ്ലിം സംഘടനയ്ക്കും മറ്റേ മുസ്ലിം സംഘടനയാണ് എതിരാളിയായി വരുന്നത്. ഇവിടെയാണ് ഖുർആൻ പറയുന്നത്, ഫാസറഹുബൈനഹും വയ്ക്കും, ആ പണികൾ നിർത്ത്, നിങ്ങളുടെ സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുക. എന്നിട്ടൊരു ഡിമാൻഡ് കൂടി വത്തഖുള്ള, ആ വിഷയത്തിൽ നിങ്ങൾക്ക് തക്കവുണ്ടാവണം. കയ്യട്ടിലും ഗുരുവിലൊക്കെ ഭയങ്കര തക്കവയായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തക്കവയില്ലെങ്കിൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ, മുസ്ലിം ഉമ്മത്തിന് അന്താരാഷ്ട്ര തലം മുതൽ പ്രാദേശിക തലത്തിലടക്കം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കണ്ണും കയ്യും ഉമ്മത്തിന്റെ മുകളിൽ വരുന്നില്ലെങ്കിൽ ഈ സമുദായം ഐക്യപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് ഈ സമുദായം പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിൽ അനുഗ്രഹിക്കാത്തത്. നിങ്ങൾ ചരിത്രത്തെ വിശ്വസിച്ച് നോക്ക്, രസകരമായ സംഭവങ്ങളൊക്കെ കാണാൻ. ഒരിക്കൽ ഒരു യാത്രാസംഘം സഞ്ചരിച്ചു പോവുകയാണ്. അപ്പൊ അവര് ഈ വെള്ളമെടുക്കേണ്ട സ്ഥലമുണ്ട്, കുടിക്കാൻ വെള്ളമെടുക്കണം. ഈ മരുഭൂമിയിലൊക്കെ അപൂർവമായിരിക്കുമല്ലോ അത്തരം സ്ഥലങ്ങൾ. അപ്പോ അവിടെ കണ്ടപ്പോ അവിടെ വലിയൊരു 2-3 കമ്പുകൾ നാട്ടി വെച്ചു വരും. അതെന്താണെന്ന് വെച്ചാല് ഒട്ടകങ്ങളെയും കഴുതകളെയൊക്കെ ഇട്ട് വരുമ്പോ വെള്ളം കൊടുക്കാൻ പോകുമ്പോ ഈ ഒട്ടകങ്ങൾ അലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതിനെ കെട്ടിടാൻ വേണ്ടിയിട്ട് കുറെ കമ്പുകൾ കുത്തിവെച്ച്, മരത്തിന്റെ കൊമ്പുകൾ കുത്തിവെച്ച് ആളുകൾ, ചില ആളുകൾ അങ്ങനെ അവര് പോയി. കാരണം ഇനി വരുന്നവർക്കും കെട്ടാറോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തു പോയതാണത്. അവര് പോയി. പിന്നെ വേറൊരു കൂട്ടർ വന്നു, വേറെ യാത്രാ സംഘം വരുന്നുണ്ട്. അപ്പൊ ഇവര് സ്ഥിരമായിട്ട് വരുന്ന കൂട്ടർ. അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോ കുറെ കൊമ്പുകൾ ഇവിടെ. അതവർക്ക് കണ്ടപ്പോ ഒരു പച്ചയില്ലായ്മ. ഇതെന്തിനാ ഇവിടെ കുറെ കൊമ്പ് വേണ്ടി വെച്ചിരിക്കുന്നത്? ഈ ഒട്ടകങ്ങൾക്ക് നമുക്കൊക്കെ വെള്ളമെടുക്കാൻ വരാൻ ഒരു തടസ്സമുള്ള രീതിയിലാണ് ഈ കൊമ്പുകൾ ഇവിടെ കുത്തിവെച്ചത്. അവർ ആ കൊമ്പൊക്കെ കുത്തി ഒന്ന് പറിച്ചിട്ട് താഴേക്കിട്ട് പഴയതുപോലെ തന്നെ ആക്കി. പിന്നെ റസൂലിന്റെ അടുത്ത് ഈ 2 സംഘം, അതിലൊരു സംഘം വരുന്നുണ്ട്, ഈ എടുത്ത് പറിച്ചിട്ട സംഘം വരുന്നുണ്ട്. അല്ലാഹു റസൂലെ, ഞങ്ങള് സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു വഴിയില് ഒരു എവിടെ കുറച്ച് മരക്കൊമ്പുകൾ ആരോ നാട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കത് തോന്നി, ഒട്ടകങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ വെള്ളമെടുക്കാനൊക്കെ പോകാൻ അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് പറിച്ചെടുത്തു. എന്താ റസൂലുകളുടെ അഭിപ്രായം എന്ന് വെച്ച്? വളരെ നല്ല പണിയാണ് നിങ്ങൾ ചെയ്തത്, വളരെ നല്ല പണിയാണ്. രണ്ടാമത്തെ കൂട്ടരും വന്ന്, അല്ലാഹു റസൂലെ, ഞങ്ങൾ സ്ഥിരം പോകുമ്പോൾ യാത്രാ സംഘത്തിൽ ഒരു കുളം കാണലുണ്ട്, അതിന്റെ അടുത്ത് ഞങ്ങൾ കുറെ മരക്കമ്പുകൾ നാട്ടിയിരുന്നു, ഒട്ടകത്തിനൊക്കെ കെട്ടാനും കഴുതകളൊക്കെ കെട്ടിയിടാനൊക്കെ വേണ്ടിയിട്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച്? അതും നല്ല പണിയാണല്ലോ. 2 നല്ല പണിയാണ്. കുത്തിയതും നല്ലതാണ്, ഊരിയെടുത്തതും നല്ലതാണ്. റസൂൽ ഇതാണ് അഭിപ്രായം പറയുന്നത്. എന്താ അതിന്റെ പ്രശ്നം? നമ്മൾ കുത്തുമ്പോഴും ഊരുമ്പോഴും നമുക്ക് ഇഖ്ലാസിൽ പ്രശ്നമുണ്ട്. അവനെ ഞാൻ വെള്ളം കുടിപ്പിക്കും, അവനെ ഞാൻ വീഴ്ത്തും, അവനത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ മുക്കാൻ വേണ്ടിയിട്ട് എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുക അപ്പണി ഞാൻ എടുക്കും. മത്സരത്തിന് അൽഹാഖുമുത്തകാസുർ എന്ന് പറയുന്നത് സംഘടനകളുടെ മത്സരം, പണ്ഡിതന്മാരുടെ മത്സരം, അതിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ, ഇതൊക്കെ ഇതിൽ വരും. തഫാഖുറും ബൈനകും വതകാസുറുൻ, പെരുമ നടിക്കാനും ആളാവാനും. ഇവരങ്ങനെ ബുദ്ധിയൊന്നുമല്ല, ഇവര് വളരെ ലളിതമായിട്ട് ചെയ്ത മടിയാണ്. ഒരാൾക്ക് തോന്നി ഇതുണ്ടാവലാണല്ലോ, മറ്റൊരാൾക്ക് തോന്നി അതില്ലാതിരിക്കലാണ് നല്ലത്. ഇങ്ങനെ വിളിച്ചു നിങ്ങൾ കേട്ടില്ലേ ഹദീസിൽ? ഇതേ ചെറിയ കാര്യം, ഇത് ദുനിയാ കാര്യം എന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങളൊക്കെ പറയും, അങ്ങനെയാണ് ഞാൻ വിശദീകരിക്കുക. ഉസ്താദുമാരോട് ചോദിച്ചാൽ എന്തിനു ന്യായം പറയുമല്ലോ. അപ്പൊ ഞാൻ പറയാം, അത് ദീനിന്റെ കാര്യമല്ല, കോല് കുത്തം എന്നൊക്കെ പറഞ്ഞ മതപരമായ കാര്യമാണ്. അതിലൊക്കെ ഭിന്നതകളാണ്. പക്ഷെ മതപരമായ കാര്യത്തിൽ ഭിന്നിക്കാൻ പാടില്ല. അത് പറഞ്ഞിട്ടാണ് കയ്യിട്ടും ഉദൂത്തും തറാവീഹൊക്കെ നമ്മുടെ മേലെ കൂടെ വരിക. അള്ളാഹുവിന്റെ റസൂൽ ഒരു സംഘത്തിൽ മനിൽ പുസ്തകമൊക്കെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഹദീസൊക്കെ എടുത്ത് വായിച്ചാൽ കാണാതെ, സൂറത്തുൽ അഹ്സാബിന്റെ വ്യാഖ്യാനത്തിലൊക്കെ നിങ്ങൾക്ക് കാണാം. പറഞ്ഞയച്ച സന്ദർഭത്തിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി, നിങ്ങൾ അവിടെ എത്തിയിട്ട് അസരസ്കരിച്ചാൽ മതി. ഇത് പറഞ്ഞാണല്ലോ, മതപരമായ കാര്യം തന്നെയാണ്. മതപരമായ കാര്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടോന്നുള്ള വേറെ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം ഇല്ല ദീനില്. മതപരമായ കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് മതപരമായ കാര്യമാകുന്നു, ഇത് മതമില്ലാത്ത കാര്യമാകുന്നു. അങ്ങനെ പല കാര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഓട്ടെ, എന്നാലും മതപരമായ കാര്യം ഫർളായ അസറ നമസ്കാരം, സ്വലാത്തുൽ വുസ്താ എന്നൊക്കെ ചിലർ വിശദീകരിച്ചിട്ടുണ്ട് അസറിനെ കുറിച്ച്. അസറ നമസ്കാരം എന്ന് പറഞ്ഞാൽ മധ്യ നമസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം. ആ നമസ്കാരങ്ങൾ അവിടെ എത്തിയിട്ട് യാത്രാ സംഘത്തിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതിയാവും. 2 കൂട്ടരും പുറപ്പെട്ടു. ആ സംഘം പുറപ്പെട്ടു. അപ്പൊ പുറപ്പെട്ട് കുറച്ചാണ്ടെത്തിയപ്പോ അവർക്ക് സൂര്യൻ അസ്തമിക്കാനായതുപോലെ തോന്നി ചിലവർക്ക്. അപ്പൊ അവര് പറഞ്ഞു, അതാണ് റസൂൽ, നമ്മള് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളോട് അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. പക്ഷെ അവിടെ എത്തിയാൽ നമുക്ക് അസരസ്കരിക്കാൻ നേരം കിട്ടില്ല, സൂര്യൻ അസ്തമിക്കുക, അതുകൊണ്ട് ഇവിടെ നിസ്കരിക്കാൻ ഒരു കൂട്ടർ. അപ്പൊ മറ്റേ കൂട്ടർ പറഞ്ഞു, അല്ലാഹു റസൂൽ നമ്മളോട് എന്താ പറഞ്ഞു? അവിടെ ചെന്ന് നിസ്കരിക്കാനല്ലേ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാ അവിടെ നിസ്കരിക്കണം? റസൂൽ പറഞ്ഞാൽ അവിടെ എത്തി നിസ്കരിച്ചാൽ മതി, അപ്പൊ അവിടെ എത്തി നിസ്കരിച്ചാൽ മതി. അപ്പൊ മറ്റേ കൂട്ടരെ പറഞ്ഞ അതല്ല, നമ്മൾ അവിടെ എത്തുന്ന രീതിയിൽ പറഞ്ഞാണ്. അതൊന്നും പറഞ്ഞ കാര്യമല്ല, അല്ലാഹു റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു കൂട്ടർ അവിടെ നിസ്കരിച്ചു.
മറ്റേ കൂട്ടർ അവിടെ പോയിട്ട് നിസ്കരിച്ച്. പക്ഷെ അവരവിടെ പഠിക്കണം കേട്ടോ. അതിന്റെ പേരിൽ അവർ രണ്ട് ഗ്രൂപ്പൊന്നും ആയില്ല. ഒരു കൂട്ടർ ഇവിടെ നിസ്കരിച്ച്, ഒരു കൂട്ടർ അവിടെ എത്തിയിട്ട് നിസ്കരിച്ച്. അവരെ ഏൽപ്പിച്ച കാര്യം ഒരുമിച്ച് അവർ ചെയ്തു. റസൂല് പറഞ്ഞ് ആ ദൗത്യം നിർവഹിക്കാൻ അവർ പോയി. തിരിച്ചു വന്നിട്ട് അവർ റസൂലിനോട് ചോദിച്ചു, അള്ളാൻ റസൂലെ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് അവിടെ എത്തി നിസ്കരിക്കണമെന്നല്ലേ? പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ അസർ തീരുമെന്നുള്ളവർക്ക് ഞങ്ങളൊക്കെ അവിടെ നിസ്കരിച്ച്. എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചത്. ശരിയാണ്, അത് നല്ല അഭിപ്രായമാണ്, നിങ്ങൾ ചെയ്ത വളരെ നല്ല പണിയാണ്. അപ്പൊ മറ്റേ കൂട്ടരോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് എന്താ അവിടെ എത്തി നിസ്കരിക്കണമെന്നല്ലേ? ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് റസൂൽ നിസ്കരിച്ചു, എന്താ അഭിപ്രായം? അതും ശരിയാണ്, രണ്ടും നല്ലതാണ്. ഇത് ഫർളാണ്, നമസ്കാരമാണ്, കേവല മതപരമായ കാര്യം പോലല്ല, മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യങ്ങൾ നിങ്ങൾ വേറെ ഏതെടുത്തു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ നിങ്ങൾ ഞാനൊന്നും വായിക്കാത്തതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്താൽ, ഹദീസൊക്കെ വായിച്ചാൽ വളരെ. ബദറിലെ 70 ആളുകളെ കൊണ്ടുവന്നു. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് 70 ആളെ പിടിച്ചുകൊണ്ടുവന്നു ബന്ദികളെ. അവിടെ കൊണ്ടുവന്ന് റസൂൽ തിരുമാന്റെ വലത്തെ കയ്യോ ഇടത്തെ കയ്യോ ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിച്ചു, എന്താ അബൂബക്കർ ഇവരെ ചെയ്യേണ്ടത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞ്, അല്ലാഹു റസൂൽ, ഇതൊക്കെ നമ്മുടെ ഏട്ടനോ അനിയന്മാരും എളാപ്പാരും മൂത്താപ്പാരും അയലോക്കക്കാരും ഒക്കെ അല്ലേ? ഇവരെടുത്തുനിന്ന് ഫിദിയ വാങ്ങി ഇവരെ തിരിച്ചുവിട്ടാൽ ഇവർക്ക് ഇസ്ലാമിനോട് സ്നേഹം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ എതിരാളികളായിട്ട് വന്നതാ. പക്ഷേ നമ്മൾ അവരെ അടിമകളാക്കാം, കൊന്നുകളയാം, അതൊക്കെ അന്നത്തെ യുദ്ധ നിയമത്തിൽ സ്വീകാര്യമാണ്, എന്തുവാണെങ്കിലും ചെയ്യാം. പക്ഷേ നമ്മൾ അവരുടെ ഫിദിയ വാങ്ങി, നഷ്ടപരിഹാരം വാങ്ങി അവരെ വിട്ടയച്ചാൽ അത് വളരെ നല്ല ഇഷ്ടം അവർക്ക് ഇസ്ലാമിനോട് തോന്നും. പിൽക്കാലത്ത് അവർ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് അല്ലാഹു റസൂലെ, നമുക്ക് ഫിദിയ വാങ്ങിയിട്ട് ഇവരെ പറഞ്ഞയക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ചോദിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഉമർ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹു റസൂലെ, ഒരൊറ്റൊന്നിനെ വിടരുത്. ഇവർ അടി കിട്ടിയ പാമ്പനെ പോലെ ദേഷ്യമായിട്ട് വന്നോല. മക്കയെന്ന് സകലത് ഉപേക്ഷിച്ച് നമ്മുടെ മദീനയിലെത്തിയിട്ട് പോലും നിക്കപ്പുറതി നൽകാതെ എന്നെ നിങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് കടന്നു വന്നവരാണ് ഇവർ. ഇവരെ വിടരുത്, എല്ലാറ്റിന്റെയും തലവെട്ടണം, ഓരോറ്റൊന്നിനും വിടാൻ പാടില്ല. ഇതോടുകൂടി ഇവരുടെ പത്തി, ഇവരുടെ വിഷം അവസാനിക്കണം, കൊണ്ട് കൊന്നുകളയണം. ഇത് രണ്ടൊന്നും എടുത്ത് പരിശോധിച്ചു നോക്ക് നിങ്ങൾ. ഈ രണ്ട് അഭിപ്രായങ്ങളെ എവിടെയാ ചേർത്ത് വെക്കാൻ പറ്റുക, എവിടെയാ കോർത്ത് വെക്കാൻ പറ്റുക? രണ്ടും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായമാണ് റസൂൽ സ്വീകരിച്ചത്. ഫിദിയ വാങ്ങിയിട്ട് വിടാൻ തീരുമാനിച്ചു. പിന്നീട് സൂറത്തുൽ അൻഫാൽ, ബദർ യുദ്ധത്തിന്റെ അവലോകനമാണ് സൂറത്തുൽ അൻഫാൽ. ആ വിഷയത്തിൽ ഇതിന് ചർച്ച വേറൊരു സംഭവത്തെ കൂട്ടിവെച്ചുകൊണ്ട് അതിൽ 63-ാമത്തെ സൂക്തമുണ്ട്. അതിൽ പറഞ്ഞു, നിങ്ങൾ ബന്ദികളാക്കുന്നതിനേക്കാൾ നല്ലത് അവരെ കൊന്നുകളയലായിരുന്നു എന്ന് പറഞ്ഞാൽ, അടിമകളാക്കി നിങ്ങൾ പിടിച്ചുകൊണ്ടുപോകുന്നതിനേക്കാൾ ഫിനിഷ് ചെയ്യുക. ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തോടാണ് കൂടുതൽ ചാരി നിന്നത് എന്ന് ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരെ പിടിക്കേണ്ടതില്ല. അപ്പൊ ഇവര് രണ്ടാളും മിക്ക പ്രശ്നത്തിലും രണ്ടഭിപ്രായമാണ്. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഇതിന്റെ ഏറ്റവും രസകരമായ ഒരു വശമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവാൻ കിടക്കുകയാണ്. അമീറുൽ മുഅ്മിനീനാണല്ലോ, ഇസ്ലാമിന്റെ ഖലീഫയാണ്, അമീറാണ് അദ്ദേഹം. അപ്പൊ ആരാണ് ഇനിയുള്ള ഖലീഫ? ഇനി ആരാണ് ഇസ്ലാമിന്റെ ഖലീഫയായി വരേണ്ടത്? പ്രധാനപ്പെട്ട സഹാബിമാരുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അവരോട്. അബൂബക്കറിന്റെ അഭിപ്രായം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരണം എന്നുള്ളതാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് വെച്ചിട്ട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം ചോദിച്ചു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെട്ടൊന്ന് കഷ്ണം കണ്ട് ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് കൊടുക്കുക, ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹം കഠിനനായിട്ട് പെരുമാറും. അദ്ദേഹം ഇമാരത്തിൽ വന്നാൽ, നേതൃത്വത്തിൽ വന്നാൽ ഒരു മനുഷ്യൻ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. അമീറുൽ മുഅ്മിനീൻ. അതുകൊണ്ട് ഉമറിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകൃതം എങ്ങനെയാണ്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, അനുയായിയാകുന്ന ഉമർ ഖലീഫയെ പോലെ ആയിരിക്കും, പക്ഷെ ഖലീഫയാകുന്ന ഉമർ അനുയായിയെ പോലെ ആയിരിക്കും. അത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. കുട്ടിക്ക് വേറെടുക്കാനും അതുപോലെ തന്നെ വിശന്ന് പറഞ്ഞ വീട്ടിലേക്ക് ഈത്തപ്പഴക്കൊക്കെ തൊട്ടിയിലും കൊട്ടയിലും ഒക്കെ ആക്കിയിട്ട് പോകുന്ന ഉമറിനെ ചരിത്രത്തിൽ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് അഭിപ്രായം ചോദിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, രാത്രിയേക്കാൾ പകലിനേക്കാൾ മികച്ച രാത്രിയുള്ളവനാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൻ ഉമർ. രാത്രിയേക്കാൾ പകലിനേക്കാൾ മികച്ച എന്ന് പറഞ്ഞാൽ പകലിപ്പോ നമ്മളൊക്കെ ഉഷാറായിരിക്കുമല്ലോ, കാണുമ്പോൾ ആർക്കും മോശം ഉണ്ടാവില്ല. നമ്മളെ രാത്രിയുണ്ട്, നമ്മളെ ബാക്കിയുള്ളവർ കാണാത്ത കുറെ നമ്മുടെ സാമ്പത്തികം, കുടുംബം, സദാചാരം, വ്യക്തിജീവിതം, കുടുംബം, അങ്ങനെയുള്ള പല വ്യവസായം, സമ്പത്ത്, ഇടപാടുകൾ, ഇതൊന്നും വേറെ ആർക്കറിയില്ലല്ലോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പകലിനേക്കാൾ മികച്ചതാണ് അദ്ദേഹത്തിന്റെ രാത്രി, കാണുന്നതിനേക്കാൾ കാണാത്ത ഭാഗമാണ് ഏറ്റവും തെളിഞ്ഞത് എന്ന അഭിപ്രായം പറഞ്ഞു. ഞാനിത് പറഞ്ഞത് എതിരാളിയായി എല്ലാ സന്ദർഭത്തിലും പ്രത്യക്ഷപ്പെടുന്ന എതിരാളിയല്ല, വ്യത്യസ്ത അഭിപ്രായമായിട്ട് വരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ഖലീഫയായി നോമിനേറ്റ് ചെയ്യുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
മുസ്ലിം സംഘടനകൾ വിട്ടും അത് വേണ്ട, ആ സംഘടന വേണ്ട, ഈ സംഘടന വേണ്ട, അതിന്റെ നേതാവ് വേണ്ട, അതിന്റെ പ്രവർത്തകന് വേണ്ട, മറ്റവരെ വെക്കരുത്, ഇവിടെ കൊടുക്കരുത്. ഇങ്ങനെയുള്ള അധികാരവും പരിമിതിയൊക്കെ കിട്ടുന്നിടത്ത് എങ്ങനെ മറ്റവനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഇത് അന്താരാഷ്ട്ര തലം മുതൽ പ്രാദേശിക തലത്തിലടക്കം ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ കൂടുതൽ വിശാലമാകാൻ, കൂടുതൽ സ്നേഹവും ഗുണകാംക്ഷയും കാരുണ്യവും ബഹുമാനവും ആദരവും ഒക്കെ സംഘടനകൾക്ക് അതീതമായി പുലർത്താൻ കഴിയുന്ന ഇസ്ലാമിക വ്യക്തിത്വങ്ങളായി, മുസ്ലിം വ്യക്തിത്വങ്ങളായി മാറാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുമെങ്കിൽ കരുണാവാരിധി അല്ലാഹു ഏത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുമുള്ള വഴികൾ നമുക്ക് തുറന്നു തരും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈഹിം വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഐക്യപ്പെടാനും ഒരുമിക്കാനും കാരുണ്യപൂർവ്വം വിശാലതയുള്ള പെരുമാറ്റങ്ങളിലേക്ക് പ്രവേശിക്കാനും ഉമ്മത്തിനെ, അതിന്റെ നേതൃത്വങ്ങളെ അല്ലാഹു പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീബന ഖവാലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി ഈ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഒരു മുസ്ലിം സംഘടനയെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉദ്ദേശിച്ചോ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഇത് ഈ സമുദായം കടന്നുപോകുന്ന ഒരു ചിത്രം നമ്മൾക്ക് കൂടുതൽ വിശാലമാകാൻ, നമുക്ക് സുന്നി മുജാഹിദ് തബ്ലീഗ് ത്വരീഖത്തും ഒക്കെ ആവാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അത് ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും പകയുടെയും തലങ്ങളിലേക്ക് കടന്നു പോകാതിരിക്കുകയും അടിയന്തരവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കാനുമൊക്കെ സാധിക്കുന്ന വിശാലതയും സ്നേഹവും കാരുണ്യമൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. ആ അർത്ഥത്തിൽ, ആ വിഷയത്തിൽ പ്രത്യേകമായി ഐക്യത്തിന്റെ, ഒരുമയുടെ, സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ മുസ്ലിം ഉമ്മത്തിനെ കാണുന്നതിലും സമീപിക്കുന്നതിലുമൊക്കെ വിശാലമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കൽപ്പനകളെ പ്രത്യേകമായി സൂക്ഷിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെയും ഗൗരവത്തോടെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ ആസാമിൽ നിന്ന് ഒരു സഹോദരൻ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, പാർപ്പേട്ട ജില്ലയിൽ നിന്ന്. അസാമൊക്കെ നമുക്കറിയാലോ, എല്ലാ പ്രശ്നങ്ങളും അവിടെയാണ്, തറങ്കൽ പാളയങ്ങളും അതുപോലെ തന്നെ NRC ഒക്കെ പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സഹോദരൻ നിങ്ങൾ ചെയ്യണം. ജുമ കഴിഞ്ഞ് കഴിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ നിങ്ങളാൽ സാധിക്കുന്ന രീതിയിലുള്ള ചെറിയ സഹായങ്ങൾ ആസാമിൽ നിന്ന് നിങ്ങളുടെ സഹോദരന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പ്രത്യേകം അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന് മര്യാദയും പരസ്യമായും ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി, ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാൻ തന്നെ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളും കുട്ടികളും വയസ്സായ മാതാപിതാക്കളുമുണ്ട്, അവരെ നീ അനുഗ്രഹിക്കണമെന്നതാണ്. ഞങ്ങളുടെ ഉമ്മമാരും ഉപ്പമാരും വാർദ്ധക്യത്തിലും രോഗത്തിലും കട്ടിലും അവയെ പ്രാപിച്ചിരുന്നവരായിട്ടുണ്ട്. അല്ലാഹുവേ അവർക്ക് ശിഫ നൽകി, ആഫിയത്ത് നൽകി അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള ഉമ്മ, ഉപ്പ, ഇണകൾ, കുട്ടികൾ, ഉസ്താദുമാർ, സഹപ്രവർത്തകർ, അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നാളെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിച്ചുകൂടാൻ ഭാഗ്യം നൽകി അവരെയും ഞങ്ങളെയും കൊണ്ട് അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ധാരാളം പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതിലൊക്കെയും അതിനെ അതിജീവിക്കാനും അഭിമുഖീകരിക്കാനുള്ള വഴികൾ നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ, ഗസ, ഫലസ്തീൻ, ലോകത്ത് ഒരിക്കലും കാണാത്ത രീതിയിലുള്ള പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി, നിന്റെ പ്രവാചകന്മാർക്ക് വേണ്ടി, നിന്റെ പള്ളിക്ക് വേണ്ടി, നിന്റെ മസ്ജിദിന് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ സഹായിക്കുമാറാകണമേ തമ്പുരാനെ. അവരുടെ കുട്ടികളെയും അവരുടെ സ്ത്രീകളെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ നേതാക്കന്മാരെയും അനുയായികളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് നൽകി അവരെ നീ ശക്തിപ്പെടുത്തുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മലപ്പുറവും കേരളവും ഇന്ത്യയിലുമൊക്കെ സമാധാനവും സാഹോദര്യവും സ്വസ്ഥതയും ഒക്കെയുള്ള അന്തരീക്ഷങ്ങൾ നിലനിൽക്കാനുള്ള സാഹചര്യങ്ങളും അതിന് പറ്റുന്ന സൗകര്യങ്ങളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. اللهم ارحمنا ارحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا ظلمنا انفسنا فان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.